പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു SDPI പ്രകടനം. വിക്ടോറിയ കോളേജിന് മുന്നിലാണ് പ്രകടനം നടത്തിയത്. SDPI പ്രവർത്തകർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. കിരൺ കുമാർ ചേരുന്നുണ്ട് അവിടെ നിന്ന്. കിരൺ, നമുക്കറിയാം ഇത് ഒരു ദുസ്സൂചനയാണോ? കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഒരു ആശങ്കാപൂർവം അല്ലെങ്കിൽ ആശങ്കയോട് കൂടിയാണോ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്? വോട്ടെണ്ണിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് നില വർദ്ധിച്ച സമയത്ത് തന്നെയായിരുന്നു SDPI ഈ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുകയും പിന്നീട് രാഹുലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും ചെയ്തത്. SDPIയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയമുണ്ടായത് എന്ന് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രകടനവും മുദ്രാവാക്യം വിളിയുമായിരുന്നു ഇന്ന് SDPI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിക്ടോറിയ കോളേജിൽ മുതൽ സമീപത്ത് തന്നെയുള്ള CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപം വരെയായിരുന്നു ഇവരുടെ പ്രകടനം ഇന്ന് രാവിലെ നടന്നത്. ഈ പ്രകടനം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ സമീപത്തേക്ക് എത്തുമ്പോൾ പിന്നീട് അവിടെ ഈ ഓഫീസിന് മുന്നിലെത്തി ഇവർ പടക്കം പൊട്ടിച്ചും ആഘോഷം നടത്തി. വലിയൊരു വെല്ലുവിളി നടത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഏതായാലും ഇന്ന് SDPI പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ആഘോഷിച്ചത്. നേരത്തെ വലിയ ഒരു ആരോപണം ഉയർന്നിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ SDPIയുടെ പിന്തുണ അത് UDFനുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പുറത്തു വന്നിരുന്നതാണ്. മാത്രവുമല്ല ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ടാണ് തങ്ങളുടെ മത്സരം എന്ന് പറയുമ്പോൾ പോലും SDPIയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ UDFിലെയും കോൺഗ്രസിലെയും നേതാക്കളോ തയ്യാറായിരുന്നില്ല എന്നുള്ളതും ഈ സമയത്ത് ശ്രദ്ധേയമാണ്. ഏതായാലും ഈ വിഷയത്തിനെതിരായിട്ട് BJPയും ഒപ്പം തന്നെ CPMും രംഗത്ത് വരികയുണ്ടായിരുന്നു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ MP രാജേഷ് പ്രതികരിക്കുകയുണ്ടായിരുന്നു. കേരളം അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ശരി.